യൂട്യൂബർ ചെകുത്താനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വളരെ സന്തോഷമുള്ളൊരു വാർത്ത തന്നെ. കാരണം ചെകുത്താൻ അത് അർഹിക്കുന്നയാളാണ്. പക്ഷേ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെകുത്താൻ മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിൽ അധിക്ഷേപം നടത്തുന്നത്. അധിക്ഷേപം നടത്തുന്നവരും അധിക്ഷേപ കമൻറ്റുകൾ ഇടുന്നവരും എല്ലാം ഇതേ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. കണ്ടൻറ് ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ ഈ വീഡിയോ ക്രിയേറ്റേഴ്സും മാത്രമല്ല, ഈ കമൻറ്റുകൾ ഇടുന്നവരും ഇതേപോലെ തന്നെ ഉത്തരവാദിത്തമുള്ളവരാണ്. കാരണം ഇങ്ങനെയുള്ള വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ബംഗാളികളെക്കാൾ കൂടുതൽ യൂട്യൂബേഴ്സ് ഉണ്ട്. ഒരു കണക്കിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരു അനുഗ്രഹമാണ്. കാരണം നമുക്ക് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ആരുടെയും പുറകെ നടക്കേണ്ട കാര്യമില്ല, ഒരു അവസരം ചോദിച്ച്. ഇപ്പോൾ പലരും സിനിമ സീരിയൽ രംഗത്തേക്കൊക്കെ എത്തുന്നത് തന്നെ സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്തേക്കുന്ന അവരുടെ വീഡിയോസ് കണ്ടിട്ടും അവരുടെ ടാലൻറ്റ് കണ്ടിട്ടും ഒക്കെ തന്നെയാണ്. മാത്രമല്ല ഇതൊരു നല്ല വരുമാന മാർഗ്ഗമാണ്. പിന്നെ ഇന്നൊരു പ്രധാന വാർത്താമാധ്യമം കൂടിയാണിത്. പണ്ട് നമ്മുടെ വാർത്താമാധ്യമങ്ങളായിട്ട് നമ്മൾ ആശ്രയിച്ചിരുന്ന പത്രങ്ങളും മാഗസിനും അതുപോലെ തന്നെ റേഡിയോ, ടെലിവിഷൻ ഇവയിൽ നിന്നെല്ലാം സോഷ്യൽ മീഡിയയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്. അത് പ്രേക്ഷകർക്ക് കാണുന്ന ടൈമിൽ തന്നെ നമ്മുടെ അഭിപ്രായവും അല്ലെങ്കിൽ എതിർപ്പും അറിയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പണ്ടതായിരുന്നില്ലല്ലോ അവസ്ഥ. മാത്രവുമല്ല, പണ്ടത്തെ കാലത്ത് ഈ പത്രമാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ ടെലിവിഷൻ, റേഡിയോയൊക്കെ വഴി ഒരു വാർത്ത അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് നടക്കുന്ന ഒരു കാര്യമായിരുന്നില്ല, അപ്രാപ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും മീഡിയയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനനുസരിച്ച് തന്നെയായിരുന്നു വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. നമ്പി നാരായണൻ സാറിൻ്റെ കാര്യമൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. സെൻസേഷണലായിട്ടുള്ള ന്യൂസിൻ്റെ പിന്നാലെ പോകാൻ അന്നും ഇന്നും സോഷ്യൽ മീഡിയ മാത്രമല്ല സകല മീഡിയയും മുന്നിൽ തന്നെയാണ്. അത് ഇന്നത്തെ കാലമൊന്നുമില്ല, നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ ഈ ചാരക്കേസ്. എന്തായാലും കാലം മാറി, സോഷ്യൽ മീഡിയ വന്നു. ആർക്കും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചാനൽ തുടങ്ങാം. ആരെയും പേടിക്കാതെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയാം. ശ്രദ്ധിക്കണം, അഭിപ്രായങ്ങൾ, ആക്ഷേപങ്ങളല്ല. ഇനി നമുക്ക് ചെകുത്താൻ്റെ കാര്യത്തിലേക്ക് വരാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നല്ല നല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ആ കൂട്ടത്തിൽ ചെകുത്താനെ പോലെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് വേറെയുണ്ട്. ചെകുത്താനെ പോലെ എന്ന് പറയുമ്പം ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ വായി തോന്നിയ തെറി വിളിച്ചു പറയുകയും അധിക്ഷേപം നടത്തുകയും ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ഈ പല രീതിയിലും യാതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാം ഇതിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. 10 പൈസയ്ക്ക് വായി വയ്ക്കാൻ കൊള്ളാത്ത ഭക്ഷണം ക്യാഷിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ട്. ഞാനിതുപോലെ കണ്ടിട്ട്, ഞാനിതൊക്കെ കാണുന്ന ഒരാളായിരുന്നു. ഇത് കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ കയറിയിട്ട് 10 പൈസയ്ക്ക് കൊള്ളാത്ത ഫുഡായിരുന്നു എന്നുള്ള അനുഭവം എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള ഒരാളാണ്. 10 പൈസയ്ക്ക് കൊള്ളില്ല എന്ന് വെച്ചാൽ 10 പൈസയ്ക്ക് കൊള്ളാത്ത ഫുഡ് പ്രൊമോട്ട് ചെയ്തേക്കുന്ന ആളുകളുണ്ട്. പിന്നെ മണി സ്കാം നടത്തുന്ന കമ്പനികളെ സ്വന്തം പേജിലൂടെ അല്ലെങ്കിൽ സ്വന്തം ചാനലിലൂടെ പരസ്യം കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരെല്ലാമാണ് വന്നിരുന്ന് ചെകുത്താനെ വിമർശിക്കുന്ന ആളുകളെന്ന് ഓർക്കണം. ചെകുത്താൻ്റെ വിഷയം ഉണ്ടായപ്പോൾ ഈ യൂട്യൂബേഴ്സിലെതിരെ നിൽക്കുന്നുണ്ട്. അവരും ഈ കാറ്റഗറിയിൽപ്പെട്ടത്. കലങ്കിലിരുന്ന് നാട്ടുകാരെ കുറ്റം പറയുന്നു എന്ന് പറയുന്ന അമ്മാവന്മാരെക്കുറിച്ച്, അതായത് നമ്മുടെ നാട്ടിലുള്ള പ്രായമായ ആളുകളെക്കുറിച്ചൊക്കെ കലങ്കി വന്നിരുന്ന അല്ലെങ്കിൽ കടത്തിണ്ണെ വന്നിരുന്ന നാട്ടുകാരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഇവർ പരസ്യമായിട്ട് യൂട്യൂബിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന ആളുകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അനാവശ്യം പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും ആദ്യം നമുക്ക് ചെകുത്താൻ എന്താ പറഞ്ഞതെന്ന് കേൾക്കാം. എല്ലാവരും കണ്ടതായിരിക്കും. എന്താണെങ്കിലും ഞാനിവിടെ ആഡ് ചെയ്യാം ചെകുത്താൻ പറഞ്ഞേക്കുന്ന വീഡിയോ. മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ, ബോധമില്ലാത്ത മനുഷ്യൻ തോന്നിപ്പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത്. പുള്ളി ഒരുങ്ങിയെന്ന് പട്ടാള വേഷം എടുത്തിട്ട് എന്തോ പറയാനാണ് പോയത്. ഇതൊക്കെ മെഗ്ഗിലല്ലേ മോനെ എന്നൊക്കെ പറയാനായിരിക്കും. ഈ മോഹൻലാല്, ലഫ്റ്റനന്റ് കേണൽ മോഹൻലാല് മറ്റേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വയനാട് ദുരന്തബാധിത മേഖല സന്ദർശിക്കുന്ന സമയത്തെ അയാൾക്ക് ചുറ്റും കുറെ പട്ടാളക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് ഒരു മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും കളഞ്ഞിട്ടുണ്ട്. അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും എന്ത് മൈല ഇയാളോട് പോയി പറഞ്ഞതൊന്നും പറയിക്കാവോ ഇയാളെ കൊണ്ട്? നാണം ഉടുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയൊക്കെ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണമുണ്ടോ ഇയാൾക്ക്? ആദ്യം ഇയാളോട് എന്താ പറഞ്ഞേ? കുറെ പട്ടാളക്കാർ നീ ഇയാളോട് സംസാരിക്കുന്നു. ഇത് കേട്ടാ ഒരു കേരളമാണ് ശരിയാ വരുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇമാതിരി വേഷം കിട്ടി നടക്കുന്ന ഏതോ പട്ടാള സിനിമയിൽ അഭിനയിച്ചവനെ പിടിച്ച് ഈ നാട് നശിച്ചിരുന്ന നാടായതുകൊണ്ട് ഇപ്പൊ പട്ടാളക്കാരുടെ ഗതികേട് എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥ ഇപ്പൊ കണ്ടേക്കുന്നത്. മോഹൻലാൽ നാണോ മാനോ ഉടുപ്പില്ലാത്ത മനുഷ്യനായതുകൊണ്ട് ചെയ്യുന്നതാ. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആവശ്യം പട്ടാളത്തിന് എന്താണ്? നിന്റെ പണി ഇതല്ലല്ലോ. നിന്നെ എന്തിനെങ്കിലും ആക്കി ഇരുത്തിയിരിക്കുന്നത് പട്ടാളത്തിന് നല്ലൊരു എന്ത് പറഞ്ഞാൽ ഇവനെ വിളിച്ചോണ്ട് പോവോ? മോഹൻലാൽ ആരാണെന്നും അദ്ദേഹത്തിന് എങ്ങനെ കേണൽ പദവി കിട്ടിയെന്നും ഈ ഓണററി കേണൽ പദവി ആദ്യമായിട്ട് കിട്ടുന്ന ആളല്ല മോഹൻലാലെന്നും എല്ലാം ചെകുത്താൻ നന്നായിട്ടറിയാം. അത്ര മണ്ടനൊന്നും അല്ല ചെകുത്താൻ. പക്ഷേ ഇതൊരു വ്യക്തി വിരോധം അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ കണ്ടെത്തുന്ന വഴി. എന്തിനാണ് മോഹൻലാലിനോട് വ്യക്തിവിരോധം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഒരു കാര്യത്തിലും ചെകുത്താനോട് പ്രതികരിച്ച് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മൈൻഡ് പോലും ചെയ്തിട്ടില്ല ഒരു കാര്യത്തിലും. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും പല കാര്യങ്ങളുമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ലൈക്ക് തണ്ടാൻ ഇറങ്ങുന്ന കുറേ തെണ്ടികളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ ദുരന്ത സമയത്ത് നിഖില വിമൽ അടക്കമുള്ള ആളുകൾ, നിഖില വിമലിൻ്റെ കാര്യം തന്നെ, നിഖില വിമൽ കളക്ഷൻ സെൻറ്ററിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായത്തിന് കൂടെ നിന്നിരുന്നു.
ചില ഫേസ്ബുക്ക് പേജുകളും അതുപോലെ തന്നെ ചില ആളുകളും ഇതെടുത്ത് പോസ്റ്റ് ആക്കിയിട്ട് അതിന് ഇങ്ങനെയൊക്കെയാണ് ക്യാപ്ഷൻ ഇടുന്നത്: ഈ ദുരന്ത സമയത്ത് കൂടെ നിൽക്കുന്ന നിഖില വിമലിന് എത്ര ലൈക്ക്, പറയൂ നിങ്ങൾ എത്രമാത്രം നിഖില വിമലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ മാതിരി പോസ്റ്റാണ് ഇടുന്നത്. അവർ മനസ്സാ വാച അറിയുന്ന കാര്യമല്ല. അവരും മനുഷ്യരാണ്, അവർക്കും വിഷമവും സങ്കടവും അതുപോലെ തന്നെ സഹാനുഭൂതി എല്ലാം ഉണ്ടാകും നമ്മളെപ്പോലെ തന്നെ. അതുകൊണ്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു സഹായം ചെയ്യാൻ അവർ പോയി നിന്നു. അതുകൊണ്ട് അവർ മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് നാട്ടുകാരെ കൊണ്ട് അവരെ തെറി വിളിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ആ പോസ്റ്റ് കാണുന്ന നാട്ടുകാരെല്ലാം അടി വന്നിരുന്ന് തെറിയാണ്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നിഖില വിമൽ മാത്രമല്ല ഇവിടെ സഹായം ചെയ്യുന്നത്, അവർ ഷോ കാണിക്കാൻ പോയേക്കുന്നതാ, അവരിങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി പോയേക്കുന്ന, ഇതൊക്കെ അവരെ കേൾപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരായിട്ട് ഇതൊരു പബ്ലിസിറ്റിക്ക് ചെയ്യുന്നതല്ല, ഒരു മനുഷ്യൻ്റെ രീതിയിൽ ഇതൊക്കെ ആരും ചെയ്യും. അതുപോലെ തന്നെയാണ് മോഹൻലാലും നിഖില വിമലും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിൻ്റെയൊക്കെ ലൈക്ക് ദാരിദ്ര്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് പോസ്റ്റ് ചെയ്ത് അവരെ തെറിയേൽപ്പിക്കണം. ഇതിനൊക്കെ മറുപടി പറയാൻ വേറെ വാക്കില്ല, അതുകൊണ്ടൊന്നും പറയുന്നില്ല. ആരെടുത്ത് പോസ്റ്റ് ചെയ്തു, അവർ പേഴ്സണലി എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതല്ല ഇതൊന്നും എന്ന് നമ്മുടെ ഈ കാണുന്ന പകുതി ആളുകൾ നോക്കുന്നില്ല. അവരതിൻ്റെ താഴെ വന്നിരുന്ന് ഈ ചെകുത്താൻ പറയുന്ന പോലെയുള്ള അധിക്ഷേപ വാക്കുകൾ പറയുന്നുണ്ട്. ഈ ചെകുത്താനെന്ന് വിളിക്കുന്ന അജു അലക്സിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖാണ്. മോഹൻലാലിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ്. ഒരു മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന പേര് സിദ്ദിഖിൻ്റെ ആയിരിക്കും. സിദ്ദിഖ്, സായികുമാർ, നെടുപടി വേണു, ഇവർ മൂന്നുപേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന്മാർ. കാരണം മലയാള സിനിമയിൽ ഏത് റോളും ചെയ്യാൻ ഇവർ ആപ്റ്റാണ്. അച്ഛനായിട്ടും മകനായിട്ടും നായകനായിട്ടും വില്ലനായിട്ടും കൊമേഡിയനായിട്ടും കോമാളിയായിട്ടും ഈ പറഞ്ഞേക്കുന്ന പോലെ കള്ളനായിട്ടും പോലീസുകാരനായിട്ടും ഉള്ള എന്തൊക്കെ വെറൈറ്റികൾ ചെയ്യാൻ പറ്റുമോ അതിനെല്ലാം ഇവർ മൂന്ന് പേരും ഫ്ലെക്സിബിളാണ്. അങ്ങനെയുള്ള നടന്മാരായിരുന്നു ഇവർ മൂന്ന് പേരും. അതുകൊണ്ടാണ് കേട്ടോ. എന്താണ് ഈ ഒരു വിഷയത്തിൽ സിദ്ദിഖിന് പറയാനുള്ളത് ഞാനിവിടെ കൊടുക്കാം. ഇതിപ്പോൾ ആർക്കും ആരെയും എന്തും പറയാവുന്ന രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ശരിയാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല, ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്ക് ലിബർട്ടിയാണുള്ളത്, റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത്. ലിബർട്ടി, നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട്. മറ്റൊരാളെ ഹനിക്കാനോ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല. അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട്. അപ്പം അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട്, മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി. നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല. പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ നിന്ന് പോകാൻ സാധിച്ചു. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്. അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ, അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി. പിന്നെ ഞാൻ സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നതുകൊണ്ട്, മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിലെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും അദ്ദേഹത്തിന് പറയാനുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കറക്റ്റാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി അത് മറ്റുള്ളവരെ അധിക്ഷേപിക്കാനും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാനും ഉള്ളതാകരുത്. ഇത് ശരിക്കും ചെകുത്താനെ ഉദ്ദേശിച്ച് മാത്രം പറയുന്നതല്ല, അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യമല്ല. ഓരോ വീഡിയോസിനും താഴെ വന്ന് അധിക്ഷേപകരമായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നവർ ഒരുപാട് പേരാണ്. ഇത് ഏത് നടൻ്റെ ഫാൻസ് ആയാൽ പോലും ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നത് ശരിയല്ല. ഇത് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒന്നും ഇനി ഒന്നും പ്രത്യേകിച്ച് കാണിച്ച് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം മലയാളികൾക്കിടയിലേക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇതിനേക്കാൾ കൂടുതൽ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ മെയിനായിട്ട് നിൽക്കുന്ന കുറച്ച് യൂട്യൂബ് ചാനലുകളും ഉണ്ട്. അതുമാത്രമല്ല മെയിൻ സ്ട്രീം ചാനലുകളും ഉണ്ട്. മെയിൻ പത്രങ്ങളും ചാനലുകളും യാതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത, യാതൊരു മര്യാദയില്ലാത്ത വാർത്ത കൊടുക്കുന്ന ഒരുപാട് ചാനലുകൾ ഇവിടെയുണ്ട്. ഈ ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. മലയാളത്തിലും ചില മെയിൻ ചാനലുകളിൽ പ്രമുഖ ഗുണ്ടകളെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിനൊക്കെ കൂടുതലൊന്നും പറയാനില്ലല്ലോ. ഇവരൊക്കെ ആരാ, സെലിബ്രിറ്റീസോ? ഈ സോഷ്യൽ മീഡിയയുടെ ഒരു നല്ലൊരു ഗുണവശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മെയിൻ മാധ്യമങ്ങളും ചർച്ച ചെയ്യാണ്ട് പോകുന്ന വിഷയങ്ങൾ ഇവർ പൊക്കിക്കൊണ്ട് വരും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ചാനലുകൾക്കും പത്രങ്ങൾക്കും എല്ലാം പരസ്യം കിട്ടുന്നതുകൊണ്ട് ഇവർ തുറന്ന് അങ്ങനെ വരുന്ന വാർത്തകൾക്കെതിരെ ശബ്ദിക്കുകയില്ല. എനിക്കും പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട്. ഇതിൽ അവർക്ക് നല്ല പരസ്യം കിട്ടുന്ന ക്ലയൻ്റ് ആണെങ്കിൽ അയാൾക്കെതിരെ വരുന്ന വാർത്തകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ചാനലുകളും പത്രങ്ങളൊക്കെ ഉണ്ട്, ഇല്ല ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ പരസ്യം കിട്ടുന്ന പലർക്കും വേണ്ടിയിട്ട് 2-3 പേജ് ഫീച്ചർ ചെയ്യാൻ പോലും ഇവർ തയ്യാറാകുന്ന ഈ ഫണ്ടിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇങ്ങനെയുള്ള സമയത്ത് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പല ഓൺലൈൻ മാധ്യമങ്ങളും ഒരു അനുഗ്രഹമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ മടിക്കുന്ന ഈ വിഷയങ്ങൾ ഇവർ പബ്ലിക്കിനിടയിലേക്ക് കൊണ്ടുവരികയും അതൊരു ചർച്ചയാക്കുകയും അർഹതപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അത് സംസാരിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ചാനലുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങളും കുറേ കയറി വരുവാണെന്നേ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഈ ബംഗാളികളെക്കാൾ കൂടുതൽ യൂട്യൂബേഴ്സ് ഉണ്ട്.
അവരുടെ മെയിൻ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത് ഈ വഴിയെ പോകുന്ന സകല ആളുകളെയും പിടിച്ച് ഇരുത്തി ഇൻ്റർവ്യൂ എടുക്കും. അതായത് സമൂഹത്തിൽ എന്ത് കോമാളിത്തരം കാണിക്കുന്ന ആളുകളെയും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നൽകി ഇൻ്റർവ്യൂ എടുത്ത് അതിന് വ്യൂവർഷിപ്പ് കൂട്ടി പൈസ ഉണ്ടാക്കുകയാണ് മെയിൻ പരിപാടി. ചിലരുണ്ട്, ചില ആങ്കേഴ്സ്, അവരാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഗസ്റ്റായിട്ട് വിളിച്ചു വരുത്തിയേക്കുന്ന ആളുകളോട് സംസാരിക്കുന്നത് ശരിക്കും വിളിച്ചു വരുത്തി അപമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അയാൾ എന്ത് കോമാളി ആയിക്കോട്ടെ, അയാളെ അവിടെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് നിങ്ങളൊരു ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെയിൻ ചാനലാണെങ്കിലും ഒരു ലോക്കൽ ചാനലാണെങ്കിലും ഓൺലൈൻ ചാനലാണെങ്കിലും മുന്നിൽ വന്നിരിക്കുന്ന ആളോട് മിനിമം റെസ്പെക്റ്റ് കാണിക്കണം. അത് അർഹിക്കുന്നില്ലാത്ത ഒരുത്തനാണെങ്കിൽ അവൻ സമൂഹത്തിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ അർഹനല്ലെന്നേ. അവനെയൊക്കെ എന്തിനാണ് വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ എടുക്കുന്നത്? അപ്പോൾ പറഞ്ഞു വന്ന വിഷയം ഇത്രയേ ഉള്ളൂ. ചെകുത്താൻ മാത്രമല്ല, അതേപോലെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് എണ്ണമുണ്ട്. പരസ്പരം ചെളി വാരി എറിഞ്ഞ് യൂട്യൂബിൽ മാത്രം ജീവിക്കുന്ന കുറേ അണ്ണന്മാരുണ്ട്, പ്രമുഖ യൂട്യൂബേഴ്സ്, മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആളുകൾ. വരുന്ന വീഡിയോയുടെയൊക്കെ താഴെ ആളുടെ ജാതി മതവും രാഷ്ട്രീയവും നോക്കി ഇടുന്ന കമൻറ്റുകൾ ഇടുന്ന കുറേ എണ്ണന്മാർ വേറെയുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയ നോക്കിയാൽ മതി, കാണാൻ പറ്റും. പുത്തരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത് കുറേ നാളായിട്ട് ഇവിടെ നടക്കുന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വർഗീയത വിളമ്പുന്ന പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ആയിരിക്കും. എടുത്ത് നോക്കിയോ, കൃത്യമായിട്ടുണ്ടാകും. അത്രയും വൃത്തികേടാണ് വിളിച്ചു പോകുന്നേ. നടന്മാരുടെ ജാതി മതവും നോക്കി, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെ നോക്കി. ഒരു സിനിമയെക്കുറിച്ച് ഒരാളൊരു ഓപ്പണായിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ പോലും അവൻ്റെ ജാതി മതവും നോക്കിയിട്ടായിരിക്കും അയാളുടെ അഭിപ്രായം ഇന്ന രീതിയിലാണ് വരുന്നതെന്ന് അതിനെതിരെയുള്ള റിപ്ലൈ വരുന്നത്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടേ? അപ്പോൾ ചെകുത്താൻ മാത്രമൊന്നുമല്ല, ഈ വിമർശിക്കുന്നവന്മാരും കണക്കാം, ഇവിടെയുള്ള പല ഓൺലൈൻ മീഡിയാസും കണക്കാം. ഇതിനൊക്കെ ഒരു തടയിടേണ്ട സമയം നേരത്തെ ആയിട്ടുള്ളതാണ്. സിദ്ദിഖി പറഞ്ഞാണ് 100% ശരി. ഫ്രീയുടെ ഒരുത്തൻ്റെ മെക്കിട്ട് കയറിയിട്ടാകരുത്.